യെസ്, കേൾക്കുന്നുണ്ട്. Hi all, good evening. BPCS 183 ഇമോഷണൽ ഇന്റലിജൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെയാണ് എക്സാം. ഞാൻ മൺഡേ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഇച്ചിരി ലേറ്റ് ആയത്. അപ്പോ നമ്മൾ ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും 1-2 ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എനിക്കൊരു 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടുള്ളൂ. നിങ്ങളുടെ തൊട്ട് മുന്നേ കഴിഞ്ഞ 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു നെറ്റിലൊന്നും ഇല്ല. ആരുടെങ്കിലും കയ്യിലുണ്ടോ? ആരുടെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ട് മാം. ഒന്ന് എനിക്ക് പേഴ്സണലി അയക്കാമോ? ഓക്കെ. ആദ്യം ഞാൻ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്ന് പറയാം. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കഴിവായിട്ട് ഞാൻ പറയും. അതായത് മറ്റൊരാളുടെ ഇമോഷൻസിനെയും സ്വന്തം ഇമോഷൻസിനെയും തിരിച്ചറിയാനും റെഗുലേറ്റ് ചെയ്യാനും ഉള്ള കഴിവാണ്. ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ പറയാ, ഈ മരണ വീട്ടിലൊക്കെ പോയിട്ട് ഒത്തിരി പേര് കരയുന്ന കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. എനിക്കും കരച്ചിലൊക്കെ വരും, എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. സോ ഞാൻ അങ്ങനത്തെ ഒരു അതെനിക്കറിയാം, എന്റെ ഇമോഷൻസ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റണം. സോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചിലപ്പം അങ്ങനത്തെ അവസരം ഒഴിവാക്കും. കാരണം എന്റെ ഇമോഷനെ എനിക്കറിയാം. അതാണ് സ്വന്തം ഇമോഷൻസിനെ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ. അതുപോലെ മറ്റൊരാളെ, അയാൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, ഇപ്പൊ അയാളോട് പോയിട്ട് കോമഡി പറയാൻ പാടില്ല, അല്ലെങ്കിൽ അയാൾ സന്തോഷിച്ചിരിക്കുകയാണ്, ഇപ്പൊ അയാളോട് പോയി പറഞ്ഞാൽ കാര്യം നടക്കും. അതായത് നമ്മുടെയും മറ്റൊരാളുടെയും ഇമോഷൻസിനെ മനസ്സിലാക്കാനും അത് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള കഴിവിനാണ് EQ അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും IQ ഉണ്ടായിക്കൊള്ളണമെന്ന് വെച്ചിട്ട്, അതായത് നല്ല ബുദ്ധി ഉണ്ടെന്ന് വെച്ചിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. വളരെ നല്ലൊരു കഴിവാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇമോഷൻ? ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തേക്കാം, നിങ്ങൾക്ക് അയച്ചു തരാം. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷൻ, തോട്ട്സ് ആൻഡ് ബിഹേവിയർ. ഫസ്റ്റ് ചാപ്റ്ററിലാണ്. സോ 10 മാർക്ക് ഞാൻ ഷുവർ ആക്കി തരാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരും. ഇനി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്, EI. ഹൈലൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഇനി വാട്ട് ഈസ് ജെനോസ് മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. EQ, IQ. ഇന്റലിജൻസ് ക്വോഷ്യന്റ് ആണ് IQ, ഇമോഷണൽ ക്വോഷ്യന്റ് ആണ് EQ. അതായത് ഇന്റലിജൻസ് അളന്നാൽ കിട്ടുന്ന ആ ഒരു മെഷർമെന്റിനെയാണ് IQ എന്ന്, ഇമോഷണൽ ഇന്റലിജൻസ് അളന്നാൽ കിട്ടുന്ന ഒരു മെഷർമെന്റിനെയാണ് EQ എന്ന് പറയുന്നത്. ഒരിക്കലും IQ കൂടിയോ കുറഞ്ഞോ എന്ന് വെച്ചാൽ EQ-മായിട്ട് ഒരു ബന്ധവും ഇല്ല. കുറെ ബുദ്ധി ഉണ്ടെന്ന് വെച്ചിട്ട് മറ്റൊരാളുടെ നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്ന് ഇല്ല. എന്റെയൊക്കെ ജീവിതത്തില് ഈ ഇമോഷണൽ ഇന്റലിജൻസ് പ്രാധാന്യം വളരെ അധികമാണ് കേട്ടോ. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഞാനിപ്പോ സെക്കൻഡ് ഇയറിന് പിള്ളേർ എന്നോട് വന്നു നോക്കും, ഏത് എന്താ പറയാ ഇലക്റ്റീവ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ സ്ട്രെസ് മാനേജ്മെന്റും ഇമോഷണൽ ഇന്റലിജൻസും എടുത്തോളൂ. കാരണം നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഉപകാരം കിട്ടുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് ആയിക്കോട്ടെ. കാരണം ഇപ്പോഴൊക്കെ നമുക്ക് ഒത്തിരി അറിയാം എങ്ങനെയാണ് ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് മറ്റൊരാളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുക. അതൊക്കെ നമുക്ക് കൂടുതലും എമ്പതറ്റിക്കലി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ IQ, EQ തമ്മിലൊരു ബന്ധവും ഇല്ല. പിന്നെ ട്രൈറ്റ് മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിസ്കസ് ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിഗാർഡ്. സ്വന്തമായിട്ട് നമ്മൾ റിഗാർഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ, പറഞ്ഞുതരാം. Define self-actualization and describe the strategies to develop self-actualization. Self-actualization കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിലെ നമ്മളായിട്ട് ജീവിക്കാം. അതായത് ഇപ്പൊ നമുക്ക് നമ്മളൊന്നും നമ്മളിലെ നമ്മളായിട്ടല്ല അല്ലെ. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള നമ്മള്, നമ്മുടെ അച്ഛന് വേണ്ടിയുള്ള നമ്മള്, നമ്മുടെ ഭർത്താവിന് വേണ്ടിയുള്ള നമ്മള്, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള അല്ലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളില്ലേ. എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ ഞാൻ എന്താ പറയാ, മാസ്ലോയുടെ സെൽഫ് എസ്റ്റീം വരെ എത്തി. സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എൻ റൂട്ടാന്നാ പറയുന്നത്. ഇപ്പോഴും എത്തിയിട്ടൊന്നുമില്ല.
എന്നാലും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയില്ലാതിരിക്കാൻ. ഞാൻ ചിലപ്പോൾ ക്ലിനിക്കിൽ 11-12 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വരും. എനിക്കിപ്പോ അങ്ങനെ ഒരു പേടിയൊന്നും. അതൊക്കെ എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയി. അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാനായിട്ട് ജീവിക്കുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴൊന്നും നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ല, നമ്മൾ ആരുടെയോ ഐഡിയൽ സെൽഫായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് റിലേറ്റഡ് ടു ഇൻട്രാപേഴ്സണൽ ആസ്പെക്ട് ഓഫ് ഇംപ്രൂവിംഗ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇൻട്രാപേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിലെ നമ്മൾ തന്നെ. ഇന്റർപേഴ്സണൽ ഞാനും വേറൊരാളും തമ്മിൽ. ഇൻട്രാപേഴ്സണൽ നമ്മളിൽ നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള സ്ട്രാറ്റജീസ് എന്ത്, അത് നമ്മളുടെ ഇമോഷൻസ് മനസ്സിലാക്കി അതിലൂടെ ഇമോഷണൽ ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. സെൽഫ് റെഗുലേഷനും സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് അസർട്ടീവ്നെസ്. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമോഷൻസ് കയറി വരാതെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇയാളത് ചെയ്ത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, ഇനി എന്നോട് മേലാൽ അതങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, എനിക്ക് താല്പര്യം ഇല്ലാത്തതാണ്, അത് ഇയാൾ ചെയ്ത് ശരിയായില്ല, ഞാൻ അടിക്കാൻ പോകുന്നത് എഗ്രഷനാണ്. നേരെ പറഞ്ഞത് ഇയാൾ എന്നോട് ചെയ്തില്ല, അതെന്താണ് പിന്നെ സാഡ്നെസ് ആണ്. ഇതൊന്നുമില്ലാതെ കാര്യം വ്യക്തമായിട്ട് മുഖത്ത് നോക്കി അല്ലെങ്കിലും വളരെ എന്താണ് ന്യായത്തോടെ പറയാൻ പറ്റുന്നതിനെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. ഈ അസർട്ടീവ്നെസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? ഇത്രയും ക്വസ്റ്റ്യൻ ആണ് 2022 ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. ഇനിയാണ് ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് കമ്പോണൻസ് ഓഫ് ഇമോഷൻ. അഗൈൻ ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഞാൻ പറയല 10 മാർക്ക് ഷുവർ ആക്കി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. എക്സ്പ്ലെയിൻ ദ അബിലിറ്റി മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. അബിലിറ്റി മോഡലാണ് ഈ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത്. ഡിസ്കസ് അസർട്ടീവ്നെസ് ആസ് എൻ ഇമ്പോർട്ടന്റ് ഇന്റർപേഴ്സണൽ സ്കിൽ റിലേറ്റഡ് ടു ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസിൽ വളരെ ഒരു പ്രാധാന്യമുള്ള ടോപ്പിക്കാണ് അസർട്ടീവ്നെസ്. അസർട്ടീവ്നെസിനെ പറ്റി പറയാൻ ഇന്റർപേഴ്സണൽ, കാരണം ഞാനും വേറെ തമ്മിലാണ് ഇന്റർപേഴ്സണൽ, ഞാനും തമ്മിലത് ഇൻട്രാ പേഴ്സണൽ. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. കമ്പോണൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജി എന്തൊക്കെയാണ്? അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സെൽഫ് ആക്ച്വലൈസേഷന്റെ മീനിങ്ങും ഇമ്പോർട്ടൻസും എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് റിലേറ്റഡ് ടു ഇന്റർപേഴ്സണൽ ആസ്പെക്ട് ഓഫ് ഡെവലപ്പിംഗ് ഇമോഷണൽ. കേട്ടോ, കഴിഞ്ഞ പേപ്പറിൽ ഇൻട്രാപേഴ്സണൽ ആണ് ചോദിച്ചത്, ഈ പേപ്പറിൽ ഇന്റർപേഴ്സണൽ. അപ്പൊ ആ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും വരും, നോക്കിക്കോളാം. ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാം ഇമോഷണൽ ഇന്റലിജൻസ്. ഇനി റൈറ്റ് ദ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. യൂണിവേഴ്സിറ്റി ഓഫ് ഇമോഷണൽ എക്സ്പ്രഷനും ക്യാൻ ഇമോഷണൽ ഇന്റലിജൻസ് ബി ലേൺഡ്, പഠിക്കാൻ പറ്റുമോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ഡിസംബറിലുള്ളതാണ്. അഗെയിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ റിപ്പീറ്റഡ് ആണ്, എന്തായാലും 10 മാർക്ക് ഷുവർ ആട്ടോ. എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻ, എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഇമോഷൻ, പിന്നെ കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് രണ്ടാമത്തെ ചാപ്റ്ററിലാണ്. ഇനി നോക്കിയേ, ഡിസ്ക്രൈബ് ദ ബാറോൺ മോഡൽ. കണ്ടോ, ഏതെങ്കിലും ഒരു മോഡലാണ് ചോദിക്കുന്നത് കേട്ടോ, എല്ലാം കൂടി അല്ല, ഓരോ പേപ്പറിൽ ഓരോ മോഡലാണ് ചോദിക്കുന്നത്. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. സെൽഫ് മോട്ടിവേഷൻ ആസ് ഇമോഷണൽ കോമ്പിറ്റൻസ്, മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ ആ സെയിം സാധനമാട്ടോ വരുന്നത്. ഇനി വാട്ട് ഇസ് സെൽഫ് കൺട്രോൾ? ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് സെൽഫ് കൺട്രോൾ. എന്താണ് സെൽഫ് കൺട്രോൾ? ഒരു സിറ്റുവേഷൻ വന്നു, നമുക്ക് നല്ല ദേഷ്യം വരികയാണ്, പക്ഷെ നമ്മൾ അത് പ്രകടിപ്പിക്കുന്നില്ല, നമ്മളത് അടക്കി പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളത് വേറെ രീതിയിൽ എന്താ പറയാ റെഗുലേറ്റ് ചെയ്ത് വിടുകയാണ്. അതിനെയാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് റിലേറ്റഡ് ടു ഇന്റർപേഴ്സണൽ ആസ്പെക്ട് ടുവേർഡ് ഇംപ്രൂവിംഗ്. ആണോ, ഇന്റർപേഴ്സണൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു. ഒരു പേപ്പറിൽ ഇന്റർ ആയിരുന്നു, 2 പേപ്പറിൽ ഇന്റർ വന്നു. ഇനി ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ഇനി എന്താണ്? റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. ഡെവലപ്പ് സെൽഫ് റിഗാർഡ്, റൈറ്റ് മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. ഓക്കെ ആണോ? ഒരാളെനിക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. 2 പേര് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം 2023 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഇമോഷൻ? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇമോഷൻ, ഫീലിംഗ്സ് ആൻഡ് മൂഡ്. അല്ലെ, ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 10 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആക്കി തരാം കേട്ടോ, കാരണം എന്റെ ആ വീഡിയോ കണ്ട 10 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെൽഫ് റിഗാർഡ് എന്താണ്? ഡിസ്ക്രൈബ് സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് സെൽഫ് റിഗാർഡ്. അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ അബിലിറ്റി മോഡൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. അബിലിറ്റി മോഡലാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ഏതെങ്കിലും ഒരു മോഡൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
നാലാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച്. കമ്പോണൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EQ ആൻഡ് IQ. റിപ്പീറ്റഡ് ആട്ടോ, നന്നായിട്ട് റിപ്പീറ്റഡ് ആണ്. എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് ഇമോഷണൽ കോമ്പിറ്റൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇമോഷൻ മനസ്സിലാക്കിയിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഉന്നതിയിലേക്ക് എത്താനുള്ള ആ ഒരു കഴിവിനെയാണ് ഇമോഷണൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിലൊക്കെ നിൽക്കുമ്പോൾ ബോസിനൊക്കെ എടുത്തിട്ട് അലക്കാൻ തോന്നും, പക്ഷെ അതൊക്കെ നമ്മൾ അടക്കി പിടിച്ച് വളരെ മാന്യമായിട്ട് അസർട്ടീവിൽ പെരുമാറിയിട്ട് ഒരു വർക്കിലൊക്കെ ഉന്നതിയിലേക്ക് എത്താനുള്ള ആ ഒരു കഴിവിനെയാണ് ഇമോഷണൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി explain the role of emotional intelligence in success and happiness. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് റിലേറ്റഡ് ടു ഇന്റർപേഴ്സണൽ ആസ്പെക്ട്. കേട്ടോ, ഇന്റർപേഴ്സണൽ ആസ്പെക്ട് 3 ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച്. സോഷ്യോ ഇമോഷണൽ ലേണിംഗ് ഫ്രെയിംവർക്ക്, ആപ്ലിക്കേഷൻ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അറ്റ് വർക്ക് പ്ലേസ്. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ മാം. എല്ലാരും ഒന്ന് പറഞ്ഞു ഓക്കെ ആണോന്ന്? അപ്പൊ നമുക്കിനി 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ട് എന്തോ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ കോൺസെപ്റ്റ്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് വരുന്നത്. ഫങ്ഷൻസ് ഓഫ് ഇമോഷൻസ് വരുന്നുണ്ട്, അതാട്ടോ വരുന്നത്. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ കോൺസെപ്റ്റും ഹിസ്റ്ററിയാണ് ഇമോഷണൽ ഇന്റലിജൻസ്. കോൺസെപ്റ്റ് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ അതാണ്. ഹിസ്റ്ററി എവിടെയും ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഇമോഷണൽ ഇന്റലിജൻസിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കോമ്പണൻസ് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളേ. ഒന്ന്, പെർസീവിങ് ഇമോഷൻ, മറ്റൊരാളുടെ ഇമോഷൻ പെർസീവ്, തിരിച്ചറിയാനുള്ള കഴിവ്. അവൾക്കിപ്പം സങ്കടമാണെന്ന് തോന്നുന്നു, ഇപ്പൊ അവളോടൊന്നും പറയണ്ട. അയാൾക്ക് ഇപ്പൊ ദേഷ്യമാണെന്ന്, ഇപ്പൊ അങ്ങനെ പോയാൽ അയാൾ പൊട്ടിത്തെറിക്കും. സോ പെർസീവ് ചെയ്യുക ഇമോഷൻസ്. ദിസ് ഇസ് ദ ബേസിക് അബിലിറ്റി ടു രജിസ്റ്റർ ആൻഡ് റെക്കഗ്നൈസ് ഇമോഷൻ ഇൻ അവർ സെൽഫ്. എനിക്കിപ്പോ ദേഷ്യമാണെന്ന് തോന്നുന്നു, ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോയാല് ആകെ അലമ്പാവും. അതായത് റെക്കഗ്നൈസ് ചെയ്യാം നമ്മളിലെയും മറ്റുള്ളവരിലെയുള്ള ഇമോഷൻ എന്നാണ്. അതാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഫസ്റ്റ് കമ്പോണന്റ്. പീപ്പിൾ ഹു ആർ ഹൈ ഇൻ ഇമോഷണൽ ഇന്റലിജൻസ്, നല്ല ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ are able to identify when they are experiencing a particular relation. കറക്റ്റ് മനസ്സിലാവും. എനിക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണ് കറക്റ്റ് മനസ്സിലാവും. ഞാൻ ഒരിക്കലും എനിക്ക് ദേഷ്യം വന്നാൽ അപ്പൊ സംസാരിക്കില്ല, ആരോടായാലും ഞാൻ സംസാരിക്കില്ല. ഒത്തിരി ദേഷ്യം വന്നാൽ നമുക്ക് ഒത്തിരി എനർജി വരും. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ റൂം അങ്ങോട്ട് ക്ലീൻ ചെയ്തേക്കും, നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തേക്കും. റൂം ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിട്ടുള്ള ആ ഒരു ദേഷ്യം അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ദേഷ്യമുള്ള ആളോട് അസർട്ടീവായിട്ട് പോയി പറഞ്ഞു, നീ ചെയ്ത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അല്ലെങ്കിൽ ഇയാൾ ചെയ്ത് എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ, എനിക്ക് നല്ല ദേഷ്യം വന്നു, ഇനി മേലാൽ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ആ കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ആ നേരം ഞാൻ സംസാരിക്കില്ല. And I know correctly when I am on that side. ഓക്കെ, അപ്പൊ ഞാൻ ഒരിക്കലും അതാണ് അവനവന്റെ ഐഡന്റിഫൈ when they are experiencing a particular emotion and able to use their vocabulary to label. അവർക്ക് പറയാൻ പറ്റും, എനിക്കിപ്പോ ദേഷ്യമാണ്, എനിക്കിപ്പോ സങ്കടമാണ്, എനിക്കിപ്പോ സംസാരിക്കാൻ. അവർക്ക് ലേബൽ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, എക്സ്പീരിയൻസ് ദ സെൻസേഷൻ ഓഫ് ബട്ടർഫ്ലൈ. നമുക്ക് അടിവയറ്റിൽ മഞ്ഞ് വീണ സുഖം എന്നൊക്കെ പറയുന്ന സാധനല്ലേ, അല്ലെങ്കിൽ അടിവയറ്റിൽ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പാറുന്നുണ്ട്. ആൻസൈറ്റി ഉള്ളപ്പോഴും നെർവസ്നെസ് ഉള്ളപ്പോഴൊക്കെയാണ് ഈ ഒരു സംഭവം. അതായത് കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്താണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് റെക്കഗ്നൈസ് ചെയ്യാനും അതേസമയം അതിനെ ലേബിൾ ചെയ്യാനുള്ള കഴിവിനെയാണ് പെർസീവിംഗ് ഇമോഷൻ. ദിസ് ഇസ് ദ ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. ഓക്കെ ആണോ? ഓക്കെ മാം. ഫസ്റ്റ് പെർസീവിംഗ് ആണ്. സെക്കൻഡ് വൺ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ്. ഞാൻ പറഞ്ഞേ, എനിക്കിപ്പോ ദേഷ്യമാണ്, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. അണ്ടർസ്റ്റാൻഡിങ് ഇമോഷനാണ്. This command refers to using a specific information that varies emotions provide and knowing how that might affect their behavior. കണ്ടോ, ഇമോഷൻ ഏതാന്ന് പെർസീവ് ചെയ്തു, ഇനി അത് എങ്ങനെയാണ് അവരുടെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യാൻ പോണെന്നുള്ള മനസ്സിൽ ബോധം. അതായത് ഇപ്പൊ എനിക്ക് ദേഷ്യമാണ്, ഇപ്പൊ ഞാൻ സംസാരിച്ചാൽ ചളാവും അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് സങ്കടമാണ്, ഞാനിപ്പോ സംസാരിച്ചാൽ പൊട്ടിക്കരഞ്ഞു പോവും. ഈ അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻ ആണ് രണ്ടാമത്തെ കമ്പോണന്റ്. ഈച്ച് ഇമോഷൻസ് കൺവേ ഡിസ്റ്റിങ് ഡാറ്റ ടു ഇൻഡിവിജ്വൽസ് അബൌട്ട് ദിയർ എൻവയോൺമെന്റ് ആൻഡ് എനർജൈസ് വൺ ഫോർ ആക്ഷൻ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. നമ്മുടെ ഓരോ ഇമോഷനും നമ്മളെ
നമുക്കൊരു ഡാറ്റ തരുന്നുണ്ട് അല്ലെ, ദേഷ്യമാണ് ഇങ്ങനെയാണ്, സങ്കടമാണ് ഇങ്ങനെയാണ്, അതനുസരിച്ച് പെരുമാറാം അല്ലെങ്കിൽ ആ ബിഹേവിയർ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ബോധത്തിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻ എന്ന് പറയുന്നത്. For example, understanding that one's anger at their friend may be result to a feeling of unfairly treated by them. കണ്ടോ, എന്താണ്, എനിക്കിപ്പോ ദേഷ്യം വരാനുള്ള കാരണം അവരെന്നെ എന്താണ് ഒറ്റപ്പെടുത്തിയാണ്, സോ അവരുടെ അടുത്തേക്ക് ഞാൻ പോയാൽ പൊട്ടിത്തെറിച്ചു പോകും. ഇങ്ങനെ ആ ഇമോഷനെ മനസ്സിലാക്കുന്നതിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. ഇനിയാണ് മാനേജിങ് ഇമോഷൻസ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ആദ്യം പെർസീവ് ചെയ്ത് ദേഷ്യമാണെന്ന് മനസ്സിലാക്കി, ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ എനിക്ക് ഉണ്ടാവാന്നുള്ളത് ഇനി മാനേജ് ചെയ്യും. ഞാൻ മാനേജ് ചെയ്യാൻ പറഞ്ഞല്ലോ ആ ദേഷ്യമുള്ള സമയത്ത് ഐ സിപ്പ് മൈ മൗത്ത് ഫോർ ടു എനിബഡി, ബിക്കോസ് ഞാൻ ഒരിക്കലും ഒരാളോടുള്ള ദേഷ്യം മറ്റൊരാളുടെ കാണിക്കാറില്ല കേട്ടോ. അത് വലിയൊരു സംഭവമാണ്. അത് ചില നിരപരാധിയായിട്ടുള്ള ഒരാളോട് ഞാൻ ഒരിക്കലും കാണിക്കില്ല, അത് വേറെ പ്രശ്നം. ഇതൊക്കെ ഞാൻ സൈക്കോളജിയിൽ വന്നതിന് ശേഷം ഒത്തിരിയൊക്കെ ദേഷ്യമുള്ള ആളായിരുന്നു, എസ്പെഷ്യലി ഓൺ ദ ഡേ ബിഫോർ അല്ലെങ്കിൽ വീക്ക് ബിഫോർ പീരിയഡ്സ്, PMS നല്ലോണം നടക്കുന്ന സമയത്തൊക്കെ ഒത്തിരി ദേഷ്യമൊക്കെ വരും. പക്ഷെ എന്റെ ഈ പ്രൊഫഷണൽ ദേഷ്യം തീരെ പാടില്ല, ബിക്കോസ് വളരെ ക്ഷമയോടെ കേട്ടിരിക്കേണ്ട ഒരു ജോലിയാണ്. മോർ ഓവർ ഞാൻ പറഞ്ഞല്ലോ ഇമോഷണൽ ഇന്റലിജൻസും സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒത്തിരി ദേഷ്യമുള്ള ആളൊന്നും ആയിരുന്നില്ല കേട്ടോ ഞാൻ. മനുഷ്യനുണ്ടാവുന്ന ഒരു സ്വാഭാവികമായിട്ട് ഇപ്പം കറക്റ്റ് അറിയാം ഇമോഷൻസിന് ഇപ്പം മാനേജ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ വളരെ അടുത്തുള്ള ആളുകളോടെ ഞാൻ ദേഷ്യപ്പെടുള്ളൂ, അത് വേറെ. പുറത്തൊരാളോടും ദേഷ്യപ്പെടത്തില്ല, വളരെ അടുപ്പുള്ള ആളുകളോടെ ദേഷ്യപ്പെടുള്ളൂ. വളരെ അടുപ്പുള്ള ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദേഷ്യം പിടിച്ചാൽ ഞാൻ സംസാരിക്കില്ല, സോ ആ നേരം എന്നെ വന്ന് ചൊറിയാൻ നിൽക്കരുത് എന്ന് പറയും. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മിണ്ടൂല, ആവശ്യങ്ങൾ പറയൂട്ടോ, അല്ലാതെ വേറെ ഇപ്പൊ എന്താ പ്രശ്നം, ദേഷ്യമാണോ, എന്തിനാ ദേഷ്യപ്പെട്ടെന്നൊന്നും ചോദിച്ചാൽ ഞാൻ പറയില്ല. ഐ വിൽ ഡൈവേർട്ട് മൈ മൈൻഡ്. സോ യൂഷ്വലി ഐ ക്ലീൻസ് the room or bathroom or courtyard, something else. അല്ലെങ്കിൽ എന്താണ് ബുക്ക് വായിക്കുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ ചെയ്യും. ഐ എൻഗേജ്. കാരണം ദേഷ്യം പിടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി എനർജി വരും, ഈ എനർജിയാണ് നമ്മൾ പൊട്ടിത്തെറിക്കാൻ ഉപയോഗിക്കുക. സോ ആ എനർജി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ എന്തെങ്കിലും നന്നായിട്ട് നടക്കും. ആണ് when one recognize their emotion quickly and understand their meaning, it becomes relatively easier them to think about the next step regarding how to change them. This applies to self as well as others. അല്ലെങ്കിൽ ഇപ്പം ഹസ്ബൻഡിനൊക്കെ ദേഷ്യം പിടിച്ചാലൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പൊ അവരെ ഒന്ന് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ ദേഷ്യം മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നുണ്ട്, ദേഷ്യമില്ലാത്ത മനുഷ്യനൊന്നും ഉണ്ടാവില്ല. സോ അവർക്കൊക്കെ ഇപ്പൊ ഹസ്ബൻഡ്, എന്റെ മദറിന്, എനിക്ക് എന്നെ നല്ലോണം അറിയാം, എന്റെ മദർ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പരിസരത്തേക്ക് പോയില്ല, പരിസരത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ചീത്ത വിളി വെക്കും. അപ്പൊ എന്താക്കും, ഞാൻ പോവില്ല. ഞാൻ ചില വണ്ടിയൊക്കെ എടുത്ത് പോയി കാണും, ഉമ്മ ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ഞാൻ പതുക്കെ വണ്ടിയൊക്കെ എടുത്ത് കറങ്ങിയിട്ട് വരും. എന്നിട്ട് ഉമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് അവൻ യെസ് അണ്ടർസ്റ്റാൻഡിങ്. ആ ഉപ്പത്തിന്റെ ഒരു കള്ളച്ചിരി ഉണ്ട്, കാണാൻ നല്ല രസമാണ്. ആ ദേഷ്യമൊക്കെ തീർന്നിട്ടുണ്ടാവും, അത് തീർന്നിട്ടേ ഞാൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മോനൊക്കെ വിളിച്ച് ചോദിച്ചു നോക്കും തീർന്നിട്ടുണ്ടോ. യെസ്. ഉമ്മയുടെ പാത്രം കഴുകൽ കാണുമ്പോഴാട്ടോ എനിക്ക് മനസ്സിലാവാറുള്ളത്. ഉമ്മ നല്ല സൗണ്ടിലായിരിക്കും പാത്രം കഴുകുക. ചിലപ്പോ എനിക്ക് മനസ്സിലാവാറില്ല ഇത് എന്തിനാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ നോക്കും, മൈ മം വാസ് വെരി എന്താ പറയാ ക്ലീൻ, ഒരു OC-ട്രൈറ്റ് ഉള്ള ആളാണ്, OC-ട്രൈറ്റ് ആണ്. അപ്പൊ എല്ലാം ക്ലീൻ ആയിരിക്കണം. അപ്പൊ ഞാൻ നോക്കും പരിസരത്ത് ഞാൻ എവിടെയോ ക്ലീൻ അല്ലാതെ ആക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മക്കളെ എന്തെങ്കിലും ഞാൻ നോക്കായിട്ട്. അപ്പൊ എനിക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്ന്. സോ എനിക്ക് കിട്ടുന്നറിയാം. അപ്പൊ ഇതിനും ഞാൻ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് എപ്പോഴും ഓക്കെ ആവാറുണ്ട്. അതാണ് മാനേജിങ് ഇമോഷൻസ്. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ള ബോധം ഉണ്ടാക്കിയാൽ മാനേജ് ചെയ്യാം. അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. Recognizing that one is feeling low and wanting to change that emotion may encourage one to make plans to go out for a movie or meet a friend they enjoy talking to, or just talk the person off. മൂവിക്ക് പോവുക, അങ്ങനെയൊക്കെ. എനിക്ക് ഒത്തിരി ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു മൂവിയാണ്. ചിലപ്പോൾ ക്ലാസ് ഒക്കെ ഒഴിവാക്കിയ മൂവിയാണ് കേട്ടോ. അതായത് എനർജി ലോ ആണെന്ന് തോന്നിയാൽ കേട്ടോ, എനർജി ലോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വാട്ട് ഐ ഡു ഇസ്, ഞാൻ നേരെ പോയിട്ട് ഒരു മൂവി കാണും. ചിലപ്പം ലാപ്പ് ക്ലാസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഒരു മൂവി കാണും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ്. അതാണ് റെക്കഗ്നൈസ് ദാറ്റ് വാട്ട് വൺ ഇസ് ഫീലിംഗ് ലോ ആൻഡ് വാണ്ടിങ് ടു ചേഞ്ച്. റെക്കഗ്നൈസ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ എന്താ അവർക്ക് തന്നെ അറിയാൻ മതിയോ, സോ അതങ്ങോട്ട് ചെയ്യും. ഇനി നാലാമത്താണ് യൂസിങ് ഇമോഷൻ. നാലാമത്തെ കമ്പോണന്റ് ആണ് ദ അബിലിറ്റി ടു യൂസ് വൺസ് ഇമോഷൻ ഇൻ മോർ ദാൻ ജസ്റ്റ് ഡീലിംഗ് വിത്ത് ഓർ മാനേജിങ്. ഞാൻ പറഞ്ഞില്ല ഞാൻ യൂസ് ചെയ്യലാണ് ചിലപ്പം
ഞാൻ ഹസ്ബൻഡിനെ പറയും ഒന്ന് എന്നോട് എന്തെങ്കിലും ഒന്ന് ചൊറിയോ എന്നാൽ എനിക്ക് ദേഷ്യം പിടിക്കുന്ന റൂം ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ട്. ചിലപ്പോൾ 2-3 ദിവസം റൂം ക്ലീൻ ചെയ്യാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല എനർജി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴാണ് എന്റെ പൊന്നോ വേണ്ടെന്നും പറയാറുണ്ട്. It involves a skill of leveraging emotion to enhance our thinking, decision making and relation. ഇമോഷൻസിന്റെ മാക്സിമം യൂസ് ചെയ്യുക തിങ്കിങ്ങിനും. നമ്മളൊരാളെ ഡിസ്റെസ്പെക്ട് ചെയ്യുക, ചീറ്റ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഇമോഷൻസിനെ യൂസ് ചെയ്യുക അത് നല്ലൊരു കാര്യമാണ്. ഇതാണ് യൂസിങ് ഇമോഷൻസ്. ഈ 4 കമ്പോണൻസ് ആണ് എന്തിനുള്ളത്? ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 10 മാർക്കിന് വന്നാൽ ആദ്യം ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്നുള്ള ഒരു ഇൻട്രഡക്ഷൻ എഴുതുക. അതിനുശേഷം ഈ 4 കമ്പോണൻസും എഴുതി വെക്കുക. ഓക്കെ ആണോ? ക്ലാസ് എടുക്കുക. വീട്ടിലതിനെ കൊണ്ട് കുഞ്ഞെന്നെ ക്യാമറയിലൂടെ കണ്ടിട്ട് ഉമ്മ എന്ന് വിളിക്കുന്ന കേട്ടോ. ഓക്കെ, ഇനി കമ്പോണൻസ് ഓഫ് ഇമോഷണൽ കോമ്പിറ്റൻസീസ് ഒക്കെ ഉണ്ട്. സെൽഫ് റെഗുലേഷൻ അല്ലേ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്? സെൽഫ് റെഗുലേഷൻ അല്ലേ? Self-regulation implies being able to manage and regulate one's emotional experience as well as expression. നമ്മുടെ ഇമോഷണൽ എക്സ്പീരിയൻസും എക്സ്പ്രഷൻ ഇതൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനുള്ള കഴിവിനെയാണ് സെൽഫ് റെഗുലേഷൻ. സോ ദാറ്റ് വൺ ഈസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസ് വൺസ് ഫങ്ഷണാലിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ് റിലേഷൻഷിപ്പ് ഓർ അറ്റ് വർക്ക്. അല്ലെ, നമ്മളെ എക്സ്പ്രഷൻസ് നമ്മളെപ്പോഴും ചിന്തിക്കാറില്ല, അത്രക്ക് വേണ്ടിയിരുന്നില്ല അല്ലെ, ഇത്ര ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല. ചിന്തിക്കാത്തവരുണ്ട് ആരെങ്കിലും? ഇന്ററാക്ട് ചെയ്യും നിങ്ങൾ, നാളെ എഴുതാനുള്ള സാധനം വരും. തോന്നാറേ ഇല്ല അങ്ങനെ? എത്ര അങ്ങോട്ട് പറയുന്നുണ്ട്, തോന്നാറുണ്ട്. അതെ, ആ തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള കൺട്രോൾ, അതിനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇതിപ്പോ ഫ്രീ ക്ലാസ് ഒക്കെ ആയിട്ടാട്ടോ. എന്റെ റെഗുലർ ക്ലാസ്സിന് ഞാൻ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നല്ല റെഗുലർ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നവർ നല്ല ആക്റ്റീവ് ആയിട്ട് പറയാൻ നോക്കാട്ടോ. എന്നാലേ നമുക്ക് എഴുതുമ്പോൾ ഒത്തിരി ഡിസ്കസ് ചെയ്യണം. സൈക്കോളജി എന്ന് പറയുന്നത് വെറും ബുക്കിൽ നോക്കി പഠിക്കാനുള്ള സാധനമല്ല. സോ മാക്സിമം ഇന്ററാക്ട് ഒക്കെ ചെയ്യാട്ടോ. അപ്പൊ സോ ദാറ്റ് വൺ ഈസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ആൻഡ് enhance one's functionality and effectiveness in relationship or at work. അതായത് നമുക്ക് ഈ ഇമോഷനെയും എക്സ്പ്രഷനെയും കൺട്രോൾ ചെയ്യാനുള്ള, റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ വർക്കിലായിക്കോട്ടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ നമുക്ക് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനും എഫക്റ്റീവ് ആവാനും പറ്റും. Self-regulation is crucial competence for ensuring smooth function social conduct. സാമൂഹിക ജീവിയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ സെൽഫ് റെഗുലേഷൻ വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഫോർ പെർഫോമൻസ് എഫക്റ്റീവ്നെസ് അറ്റ് വർക്ക്. വർക്കിലൊക്കെ പോയിട്ട് ബോസിനോട് ദേഷ്യമാണ്, പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ? സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സെൽഫ് റെഗുലേഷന്റെ കമ്പണന്റ് ആണ് ജസ്റ്റ് പറയാം, അതിന്റെ ബിഹേവിയറൽ ഡിസ്ക്രിപ്ഷൻ വേണം കേട്ടോ. സെൽഫ് കൺട്രോൾ ഉണ്ട്, ട്രസ്റ്റ് വർത്തിനെസ്, കൺസൈന്റീഷ്യസ്നെസ്, അഡാപ്റ്റബിലിറ്റി, ഇന്നോവേറ്റീവ്നെസ്. ഈ 5 എണ്ണാണ് സെൽഫ് റെഗുലേഷന്റെ സബ് കമ്പോണൻസ്. സെൽഫ് കൺട്രോൾ എന്നാൽ നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. ട്രസ്റ്റ് വർത്തിനെസ്, അതായത് ഹോണസ്റ്റ് ആയിരിക്കും, സത്യസന്ധമായിട്ടിരുന്നാൽ സെൽഫ് റെഗുലേഷൻ ഒത്തിരി ഉണ്ടാവും. സത്യസന്ധമായിട്ടിരിക്കുമ്പോൾ നമുക്ക് സത്യമാണ് പറയുന്നെങ്കിൽ അത്ര പേടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ കൺസൈന്റീഷ്യസ്നെസ്, അതായത് എന്റെ ഈ സ്വഭാവത്തിന് കാരണം ഞാനിപ്പോ പൊട്ടിത്തെറിച്ച അതിന് കാരണക്കാരി ഞാൻ മാത്രമായിരിക്കുള്ളൂ എന്നുള്ള ആ റെസ്പോൺസിബിലിറ്റി എടുക്കുക, അതാണ് കൺസൈന്റീഷ്യസ്നെസ്. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലെക്സിബിൾ ഇൻ ഹാൻഡ്ലിങ് ചേഞ്ച്. അല്ലെ, ഇപ്പൊ ഞാൻ സംസാരിച്ചാൽ ചളോ വേണ്ട സംസാരിക്കണം, നിങ്ങൾ പോയേക്കാം. ഫ്ലെക്സിബിലിറ്റി, ആ സിറ്റുവേഷനിൽ ഫ്ലെക്സിബിൾ ആയിട്ട് പോയി. പിന്നെ ഇന്നോവേറ്റീവ്നെസ്, ബീങ് ഓപ്പൺ ടു ദ കംഫർട്ടബിൾ വിത്ത് നോവൽ ഐഡിയാസ് ആൻഡ് ഒരു ന്യൂ ഇൻഫർമേഷനോടൊക്കെ നമ്മൾ എന്താവാ, ഓപ്പൺ ആയിരിക്കാം. അതായത് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അത് കാര്യമായിട്ട് പറയാം, എനിക്ക് ഈ പുതിയ സാധനം ഇഷ്ടമായിട്ടില്ല, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇത്രയാട്ടോ വരുന്നത്. ഇനി മോഡൽസ് ആണ്, ഒത്തിരി മോഡൽ ഉണ്ട്. ജെനോസ് മോഡൽ, ഈ 4ാമത്തെ പാഠം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ജെനോസ് മോഡൽ ഉണ്ട്, അസസ്മെന്റ് ടൂൾ ബേസ്ഡ് ആണ് ജെനോസ് മോഡൽ ഉണ്ട്. മിക്സഡ് മോഡലില് വരുന്നതാണ് ബാറോൺ മോഡല്, അതുപോലെ എബിലിറ്റി മോഡൽ, എബിലിറ്റി മോഡൽ ഒക്കെ വരുന്നുണ്ട്. മറ്റേ നോട്ടിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സസ് അവൈലബിൾ ആക്കി തരാം കേട്ടോ. മറ്റേ നോട്ടിലുള്ളതാണ് കേട്ടോ. ഇനി മറ്റേ നോട്ടിൽ വരുന്ന ക്ലാസ് ഞാൻ അവൈലബിൾ ആക്കി തരാം കേട്ടോ.
ഇതിലില്ല. ഓക്കെ, ഇനിയാണ് ഇമോഷൻസ്, സെൽഫ് കൺട്രോൾ ആൻഡ് അസർട്ടീവ്നെസ് പറയുന്നത്. ഇമോഷന്, സെൽഫ് കൺട്രോൾ, അസർട്ടീവ്നെസ്. ഈ അസർട്ടീവ്നെസ് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതിനെ കൊണ്ട് ജസ്റ്റ് അസർട്ടീവ്നെസ് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. Emotions and assertiveness. Assertiveness is another skill which has very important role in connection with our emotion. നമ്മൾ ഇമോഷനുമായിട്ട് ഒത്തിരി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, assertiveness എന്ന് പറയുന്നത്. In many situations, we hesitate to express our emotion for the fear of being understood wrong or apprehension that others will get angry or hurt or it may not be taken into positive light. പലപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കാൻ കാരണം തെറ്റായി പോവോ, അല്ലെങ്കിൽ ഇവര് തെറ്റായിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അവരത് വേദനിപ്പിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം പിടിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പലതും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പോലും മിണ്ടാതെ ഇരിക്കുന്നത്. അപ്പൊ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ മറ്റൊരാൾക്ക് ഹേർട്ടാവുന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുക വേണം. അതിനെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. We also do not express our emotion to avoid our weakness or limitations for the fear and shame of looking inferior before others or appearing incapable before others. All these result in suppressing our emotions, and if we engage in suppression most of the time, it may result in depression. കണ്ടോ, നമ്മള് ഇമോഷൻസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻസ് കാരണം എക്സ്പ്രസ് ചെയ്യില്ല, അല്ലെങ്കിൽ ചമ്മല് കാരണം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കാരണം ഒന്നും നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് കൊടുക്കത്തില്ല. അങ്ങനെ ആവുമ്പോൾ എന്താവും, നമ്മൾ സപ്രസ് ചെയ്ത് വെച്ച്, അതായത് മനസ്സിലടക്കി വെച്ച് അത് ഡിപ്രഷനിലേക്ക് നമ്മൾ എത്തിക്കുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ എന്തായാലും എഴുതി വെക്കണേ. അസർട്ടീവ്നെസ് ചോദിച്ചാൽ, നിത ഇസ് ക്ലാസ് 8th ഗേൾ who is always teased by her classmate as she is fat. ഒരു തടിയുള്ള കുട്ടികളെല്ലാവരും നിതാന്ന 8ാം ക്ലാസ് എല്ലാവരും കളിയാക്കുമായിരുന്നു. She feels very upset and sad and this has affected her self-esteem. അവൾ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് സാഡ് ആയിരുന്നു. ഇത് അവളെ സെൽഫ് എസ്റ്റീമിനെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. All these affect negatively her studies as well as her participating in different school activities. ഇത് കാരണം അവൾക്ക് സ്കൂൾ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനും താല്പര്യം തോന്നിയില്ല, അവൾ പങ്കെടുക്കാറൊന്നും ഉണ്ടായിരുന്നു, അവൾ സെൽഫ് എസ്റ്റീം നന്നായിട്ട് കുറഞ്ഞു. ദ റിക്വയർമെന്റ് ഹിയർ ഇസ് ബീങ് അസർട്ടീവ്നെസ് ഇൻ എക്സ്പ്രസിംഗ് വൺസ് ഇമോഷൻ. ഇവിടെ ശരിക്കും അസർട്ടീവ്നെസ് ആണ് വേണ്ടത്. ദിസ് ഹെൽപ് നിത ടു ബി ഫേം ആൻഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ ഹെർസെൽഫ് ആൻഡ് അറ്റ് ദ സെയിം ടൈം മേക്കിംഗ് അതേഴ്സ് റിയലൈസ് ദ സിറ്റുവേഷൻ. ഒന്നുമില്ല, എന്റെ തടി കൊണ്ട് ഇയാൾക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്, ഇയാൾക്ക് എന്തെങ്കിലും ചെലവിടണം എന്റെ തടി, ഞാൻ ഇങ്ങനെയാ ഇരിക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഇത്ര പറഞ്ഞ മതി. തടി മെലിയല് നമ്മൾക്കൊക്കെ അത് കറക്റ്റ് അറിയാട്ടോ. ഞാൻ എൻ്റെ ഫാമിലിയിൽ ഒരാളോട് ചോദിച്ചതാണ്, അതിന് ശേഷം അവര് എന്നോട് ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പം പണ്ട് ഞാൻ ഒത്തിരി മെലിഞ്ഞിട്ടായിരുന്നു, അണ്ടർ വെയിറ്റ് ആയിരുന്നു, 40 ആ ഒരു റേഞ്ചിലായിരുന്നു എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കൊറോണയ്ക്ക് ശേഷം ഞാൻ ഒരു 70 ഒക്കെ ആയി, ഏകദേശം ഒരു ഡബിൾ എന്ന് പറയുന്നത് 75 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ പണ്ട് ഞാൻ പറഞ്ഞ പോലെ കോലുമ തോണി ചുറ്റിയ പോലെ പറന്നു പോകുന്നൊക്കെ പറഞ്ഞ അതേ ആളുകള് ഇപ്പൊ എന്നോട് പറഞ്ഞു, നല്ല തടി വെച്ചിട്ടുണ്ട്, ഇനി തടി കുറച്ചാളുണ്ട്, ഇനി കൂടണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു പേനയും പേപ്പറും തരാം, നിങ്ങളെ ഇഷ്ടമുള്ള വീതിയും നീളവും പറഞ്ഞു, ഞാൻ അതുപോലെ ആക്കി തരാം. ഇത്രയും ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ അങ്ങനെ എന്താ പറഞ്ഞ, നമ്മളാ തമാശയും പറഞ്ഞ, തമാശയല്ല, എന്റെ ബോഡി എന്റേതാണ്, അതിനെപ്പറ്റി നിങ്ങൾ കമന്റ് അറിയേണ്ട ആവശ്യമില്ല, അതെനിക്ക് താല്പര്യമില്ല. ദിസ് ഇസ് ദ ലാസ്റ്റ് വാണിംഗ് കേട്ടോ. പിന്നീട് അവരെ ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് ഇഷ്ടമായിട്ടില്ല നിങ്ങൾ അത് അവര് ദേഷ്യപ്പെട്ടോട്ടോ, അവർ ചെയ്ത് നല്ല കാര്യമാണോ, ഇത് ചിരിച്ചോണ്ട് നമ്മളെ കളിയാക്കുന്നൊക്കെ കേട്ടേക്കും, എന്നിട്ട് അതിങ്ങനെ ആലോചിച്ച് വിഷമിക്കും. ഇതാണ് നമ്മൾ പല ക്ലയൻസ് വരുമ്പോഴും പഠിപ്പിച്ചു കൊടുക്കല അസർട്ടീവ്നെസ്, നോ പറയാന്. നമ്മൾ യൂസ് ചെയ്യുന്നവരുണ്ട്, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നോ പറയാനുള്ള അസർട്ടീവ്നെസ് തീരെ ഇല്ല. മലയാളികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നോ പറയാനുള്ള അസർട്ട്. നോ പറഞ്ഞിട്ട് മറ്റവരെന്തെങ്കിലും തോന്നുകയാണെങ്കിൽ തോന്നിക്കോട്ടെ, അവനെന്തോ തോന്നിച്ച് യെസ് പറഞ്ഞു നമ്മളെന്തിനാണ്. അതാണ് അസർട്ടീവ്നെസ്. അപ്പൊ അസർട്ടീവ്നെസ് എന്താന്ന് മനസ്സിലായോ? ഇനി സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് അസർട്ടീവ്നെസ് ജസ്റ്റ് പറഞ്ഞുതരാം. എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്? ഒന്ന്, ബീങ് അവെയർ ഓഫ് വൺസ് ഇമോഷൻ ഇസ് ദ ഫസ്റ്റ് തിങ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് അസർട്ടീവ്നെസ്. നമ്മളെ ഇമോഷൻ അറിയാം. ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരച്ചിലായി പോവോ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമോ എന്നുള്ള നമ്മളെ എന്താണ് ഇമോഷനെ പറ്റി നമുക്ക് ആദ്യം ഒരു ബോധം ഉണ്ടായിരിക്കണം. അതാണ് ബീങ് അവെയർ ഓഫ് വൺസ് ഇമോഷൻ. പണ്ടൊക്കെ അതേ കാര്യം പറയുള്ളൂ പറഞ്ഞു വരും, പറയുമ്പോ ഇപ്പൊ ഒന്നും വരില്ല അല്ലേ.
ബോഡി ഷേം പറയുന്നവരോട് ഞാൻ നന്നായിട്ട് പറയാറുണ്ട്. നന്നായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യമായിട്ട് എനിക്ക് ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സഹിച്ചോളാം, എന്റെ അടുത്ത് അത് പറയാൻ. കാരണം ദർ ഇസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച്, ബിക്കോസ് ഭയങ്കര ചേഞ്ച് ആണ്. കാണുന്നവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. കാരണം ഒരു അണ്ടർ വെയിറ്റ് ഉള്ള ആള് ഒരു ഒത്തിരി വെയിറ്റിലേക്ക് വരുമ്പം ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യും. യെസ്, പക്ഷെ അതിങ്ങനെ നമ്മളെടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇതായിരുന്നു ഒരു പോലെ. ഞാന് വേറെ ആരുമല്ല, ഞാനാണ്. ഒരു കല്യാണ ഫോട്ടോ ആണ്. അപ്പോ 2019 വരെ ഈ ഒരു കോലത്തിൽ തന്നെയായിരുന്നു. വ്യത്യാസം ഉണ്ടോ? ഇതിൽ കണ്ടാൽ മനസ്സിലാവില്ല. വ്യത്യാസം ഉണ്ടോ? സൂപ്പർ മാം, ഞാൻ മാമിനെ പോലെ തന്നെ ആയിരുന്നു. അതെ. അപ്പൊ ഇപ്പൊ ആളുകൾ കാണുമ്പോൾ ഭയങ്കര അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ല. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ ബോഡി ഷെയിം ഏറ്റവും കൂടുതൽ അസർട്ടീവ്നെസ് വേണ്ട ഒരു സാധനം നേരമില്ല. അതുപോലെയാണ് എനിക്ക് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 25-കാരി പെൺകുട്ടി എന്റെ അടുത്ത് കേസിന് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഉമ്മ പറഞ്ഞു ആ കുട്ടിയുടെ ഉമ്മയോടും അനിയത്തിയോടും ഒക്കെ ഒത്തിരി ദേഷ്യമായിരുന്നു. ഇപ്പോഴും ദേഷ്യമാണെന്ന്. അപ്പൊ എന്താ കാരണം എന്നറിയില്ല. ഞങ്ങൾ അവൾക്ക് കണ്ണിനേരെ കണ്ടുവിടാണ്. ഞാൻ ക്ലയന്റിനോട് സംസാരിച്ചപ്പോ ക്ലയന്റ് പറഞ്ഞെന്താ അറിയോ, മാഡം എനിക്കൊരു 8 വയസ്സുള്ളപ്പോഴാണ് എനിക്കൊരു കുഞ്ഞനിയത്തി ജനിക്കുന്നത്. ഞാൻ അനിയത്തിനെ കാണാനുള്ള ആഗ്രഹത്തോടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഉമ്മാടെ അടുത്ത് ഈ കുഞ്ഞിനെ കിടത്തിയത് കണ്ടു. അപ്പൊ എനിക്ക് സങ്കടം. ഞാൻ മാത്രം കിടന്ന സ്ഥലത്ത് പുതിയ ഒരാൾ കിടക്കപ്പോ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്റെ അമ്മായി പറഞ്ഞു, നിന്റെ ഉമ്മക്ക് പുതിയ വാവ വന്നല്ലോ, ഇനി നിന്നെ വേണ്ടാട്ടോ. അത് കേട്ട് എന്റെ ഉമ്മ ചിരിച്ചു. കണ്ടോ, 10-16 വർഷം കുട്ടി ഇതിൽ മനസ്സിൽ കൊണ്ടടക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അത് കേട്ട് എന്റെ ഉമ്മ ചിരിച്ചു. കാരണം സ്വന്തം മകളെ ഷെയിം ചെയ്യുമ്പം എന്റെ ഉമ്മ ചിരിച്ചു. അങ്ങനെ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന കാര്യം. നിങ്ങൾ വിചാരിക്കും കുഞ്ഞുങ്ങളല്ലേ? ഇല്ല, മറന്നു പോവില്ല. എന്റെയൊക്കെ ഞാൻ പ്രസവിച്ച സമയത്തുണ്ടായിരുന്നു, എന്റെ രണ്ടാമത്തെ മകന് കുറച്ച് കളർ അധികമായിരുന്നു. അപ്പം എന്റെ മക്കളെ തമ്മിൽ കമ്പയർ ചെയ്യാം. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എന്റെ മക്കളെ കളറിന്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യരുത്. ഞങ്ങളുടെ മക്കൾ എല്ലാം ഒരുപോലെയാണ്. ഞങ്ങൾ കളറോ ജാതിയോ ഒന്നിന്റെ വേർതിരിവും ഞങ്ങൾക്കില്ല. ദയവ് ചെയ്ത് എന്റെ മക്കളെ മുന്നിൽ ആ സമയത്ത് ഞാൻ കൂട്ടിപ്പിടിച്ചേക്കും. മേല പറഞ്ഞു പോരുത്. അതാണ് വേണ്ടത്. നമ്മൾ ആ മക്കളെ കൂട്ടിയങ്ങ് പിടിച്ചിട്ട് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കരുത്. നമ്മളെ മക്കൾക്ക് തോന്നണം. ഇതൊക്കെ അസർട്ടീവ്നെസ് നമ്മളെ കുടുംബക്കാരല്ലേ പറയുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും ഒന്നും മിണ്ടാതെ കേട്ടുക. അത് നമ്മളെ മക്കളുള്ളിൽ ഇൻസെക്യൂരിറ്റിയാ. എന്നെ കളിയാക്കിയാലും എന്നെ ചീത്ത വിളിച്ചാലും എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ബാപ്പ ഇവരോട് ആരോടും ഒന്നും പറഞ്ഞില്ല. ഇൻസെക്യൂരിറ്റിയാ. ഒരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വരൂല. ദാറ്റ്സ് വാട്ട് ഗോയിങ് ടു ഹാപ്പൻ. സോ അപ്പൊ തന്നെ അസർട്ടീവ് ആയിട്ട് മറുപടി കൊടുക്കണം. ഓക്കെ, അതാണ് ബീങ് അവെയർ ഓഫ്. അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യരുത്. പിന്നീട് ദേഷ്യം മാറുമ്പോൾ പോയി പറയാം. അതാണ് നമ്മുടെ ഇമോഷനെ പറ്റി നമുക്കൊരു ബോധം. ബീങ് അവെയർ ഓഫ് അതേഴ്സ് ഇമോഷൻ ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഇസ് റിക്വയർഡ് ദ വേ ടു ബി അസർട്ടീവ്. പിന്നെ നെക്സ്റ്റ് ആള് ഈ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് വലിയ ബഹളം ഉണ്ടാക്കിയേ കരയെ ഓടിപ്പോയി ആത്മഹത്യ ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിലും മിണ്ടാത്തതാണ് നല്ലത്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. മറ്റേ ആളെ നമ്മൾ അസർട്ടീവ് ആവാൻ പോകുന്ന ആളെ നമുക്ക് അറിഞ്ഞിരിക്കാം. ഇനി ടേക്കിംഗ് കെയർ, ഫോക്കസിങ് ഓൺ ദ സീസ് ഓഫ് അസർട്ടീവ്നെസ്. അസർട്ടീവ്നെസിന്റെ സീസിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അതാണ് ക്ലിയർ, കോൺഫിഡന്റ്, കൺട്രോൾ. പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. കളറിന്റെ ഒന്നും പേരിൽ മക്കളെ മുന്നിലിട്ട് മേലാൽ പറയാൻ നിൽക്കരുത്. ഞങ്ങളുടെ മക്കളൊക്കെ ഒരുപോലെ ക്ലിയർ ആണ്, കോൺഫിഡന്റ് ആയിട്ട് പറയാം, കൺട്രോൾഡ് ആയിട്ട്. ദേഷ്യവും വരരുത്, സങ്കടവും വരരുത്. Thus, one need to know what one is aim in a given situation. Aim ചെയ്യണം, എന്താണ് പറയേണ്ടത്. ഇത് ക്ലിയർ ആയിട്ട് കൺട്രോൾ ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പറയാത്തതാണ് നല്ലത്. ഓക്കെ, പ്രാക്ടീസ് യുവർ അസർട്ടീവ് ഡയലോഗ്. എപ്പോഴും അസർട്ടീവ് ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ബോസിനോടൊക്കെ പറയാൻ പോകുന്നുണ്ട്, അതിന് മുന്നേ നമ്മൾ സ്വയം പറഞ്ഞു നോക്കാം. ഞങ്ങൾ ഇവിടുന്ന് അസർട്ടീവ്നെസ് പിന്നെ ഞങ്ങളുടെ ഇന്റേൺഷിപ്പിന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. കാരണം ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അസർട്ടീവ്നെസ് വളരെ നിർബന്ധമാണ്. അപ്പൊ ഭയങ്കരമായിട്ട് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചിലപ്പം ക്ലയൻസിന്റെ അമ്മായിമാരൊക്കെ ഉണ്ട്, മരുമക്കളെ ഉപദ്രവിച്ചിട്ട് ന്യായീകരിക്കാനൊക്കെ വരും. അസർട്ടീവായിട്ട് തന്നെ പറയേണ്ടി വരും. മേലാ തൊട്ട് വരുത്, ഞാൻ ഇവിടെ ഇരുന്ന് കംപ്ലൈന്റ് ചെയ്യും എന്നുള്ള പറയാനുള്ള ഒരു കോൺഫിഡൻസ്, ക്ലിയർ ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും കൺട്രോൾഡ് ആയിട്ടും. ഞാൻ ഇപ്പൊ വിളിച്ച് ചൈൽഡ് ലൈനിലോ ഹെൽപ്പ് വുമൺ സെല്ലിൽ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ മൊഴിയിൽ നിങ്ങൾ അകത്ത് കിടക്കും. മേലായി പെൺകുട്ടീനെ ഉപദ്രവിച്ചൊക്കെ എന്ന് പറയാനുള്ള ഒരു റൈറ്റ്, അത് കോൺഫിഡന്റ് ആയിട്ട് പറയണമെങ്കിൽ അസർട്ടീവ്നെസ് ഉണ്ടായിട്ടുണ്ട്. സോ ആസ് എ സൈക്കോളജിസ്റ്റ് അസർട്ടീവ്നെസ് ഇസ് മസ്റ്റ്. ഞങ്ങൾ ഞങ്ങളുടെ ഇന്റേൺഷിപ്പിന് ഇന്റേൺഷിപ്പിന് പങ്കെടുത്ത ആരെങ്കിലും ഇതിലുണ്ടോന്ന് അറിയില്ല. ഞങ്ങള് ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യിപ്പിക്കാറ് ഉള്ളത്.
പിന്നെ ബീങ് മൈൻഡ്ഫുൾ, നല്ല മൈൻഡ്ഫുൾ ആയിട്ട്, അതായത് one need to be mindful about emotions, feelings and behavior. This will help know what exactly one want and how express their feeling. മൈൻഡ്ഫുൾ ആയാലും ഒരു പരിധി വരെ നമുക്ക് അസർട്ടീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മളെക്കുള്ളിൽ എന്താ അറിയോ, നമ്മളെ മക്കളെ കളയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ വിചാരിക്കും നമ്മളെന്തെങ്കിലും. നമ്മളെ മക്കൾ നഷ്ടപ്പെടുന്നതിലും വലുതൊന്നല്ലല്ലോ അവരെന്താ നമ്മളെ പറ്റി വിചാരിക്കുന്നുള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോ അസർട്ടീവ് ആയിരിക്കാൻ എല്ലാവർക്കും പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ. അപ്പോ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നു. മാക്സിമം വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. പോയിരുന്നിട്ട് ഈ അസർട്ടീവ്നെസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സ്ട്രാറ്റജീസ് ഒന്ന് പറയൂ. ഏതിന്റെ സ്ട്രാറ്റജീസ്? ഇൻട്രാപേഴ്സണലും ഇന്റർപേഴ്സണലിന്റെയും ജസ്റ്റ് ഒരു സമ്മറി. ഓക്കെ, ഒരു മിനിറ്റ്. അത് ഏത് ചാപ്റ്റർ ആണെന്ന് അറിയടാ? അത് ലാസ്റ്റ് വണ്ടെ കുറച്ച് മുമ്പായിട്ട്. ഇമോഷൻസ്, yes. റിഗാർഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇമോഷൻ അത് കഴിഞ്ഞിട്ടുള്ള പാഠം. അതെ, സ്ട്രാറ്റജീസ് റിലേറ്റഡ് ടു ഇൻട്രാപേഴ്സണൽ ആസ്പെക്ട്. ഇൻട്രാപേഴ്സണൽ ആസ്പെക്ട് ആയിട്ടുള്ള റിലേറ്റഡ് ആണ്. ഫോക്കസിങ് ഓൺ ദ ആസ്പെക്ട് ഓഫ് ഇമോഷൻസ്. കണ്ടോ, ഇൻട്രാപേഴ്സണൽ നമ്മുടെ സ്വന്തമാണ് കേട്ടോ. One of the first thing you need to improve emotional intelligence is to focus on one's emotion. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രാപേഴ്സണൽ ആണ്. അതായത് വൺ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ഇമോഷൻ. നമ്മുടെ ഇമോഷൻ എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കുക. റെലവൻസ് എന്തൊക്കെയാണ്, അതാണ് ഫോക്കസിങ് ദ ആസ്പെക്ട് ഓഫ് ഇമോഷൻ. രണ്ടാമത് ബി അവെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ പറ്റില്ല. ഇപ്പൊ ഫോക്കസിങ് ഓൺ ഇമോഷൻ ആണ്, എനിക്കിപ്പോ വന്നത് ദേഷ്യമാണ്. ബീങ് അവെയർ ഓഫ് യുവർ സെൽഫ്. ദേഷ്യം വന്നാൽ സാധാരണ ഞാൻ പൊട്ടിത്തെറിക്കാറാണ്. അതാണ് ബീങ് അവെയർ ഓഫ് യുവർ സെൽഫ്. മൂന്നാമത്തത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആണ്. അതായത് ഇപ്പൊ ദേഷ്യമാണ്, ദേഷ്യം വന്നാൽ ഞാൻ പൊട്ടിത്തെറിക്കും. ഇപ്പൊ റീസ്ട്രക്ചർ ചെയ്യാണ്. അയാളോട് ഇപ്പൊ സംസാരിക്കണം, ഇപ്പൊ പോയിട്ട് എന്താണ് പിന്നെ റൂം ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ വിചാരിക്കാം ആ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് ബോധവും വിവരവും ഇല്ലാണ്ട് വിളിച്ച്. അതായത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അയാൾക്ക് ബോധവും വിവരം ഇല്ലാണ്ട് വിളിച്ചു പറയണം, ഇയാളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നിട്ട് നടന്നങ്ങ്. ഇതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്താണ് ബീങ് മൈൻഡ്ഫുൾ. മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. ഈ നാലാണ് ഇൻട്രാപേഴ്സണൽ ആസ്പെക്ട്സ് കേട്ടോ. പിന്നെ ബീങ് റെസിലിയന്റ്. Resilient is the ability to face an adversely or difficult situation, overcome it and bounce back to life again. Resilience ആണെങ്കിൽ ഒരു പ്രശ്നം മറികടന്ന് ബാക്ക് എന്നാണ് തിരിച്ചു വരാൻ. എപ്പോഴും മനുഷ്യരാണ് അല്ലെ, ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ്. അപ്പൊ റെസിലിയന്റ് ആയിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷവും കടന്നു പോകും, എനിക്ക് നാളെ ഒരു നല്ല നേരം വരും എന്നുള്ളതിൽ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള കഴിവിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട സൈക്കോളജിസ്റ്റ് ആണ്, ഒത്തിരി എന്താണ് പിന്നെ എന്താ പറയാ വിഷമങ്ങളൊന്നും. എല്ലാം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. സോ ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. റെസിലിയൻസ് ഒക്കെ ഇൻട്രാപേഴ്സണൽ സ്ട്രാറ്റജിയാണ്. പിന്നെ കോപ്പിംഗ് സ്ട്രാറ്റജി ഉണ്ട്. കോപ്പ് ചെയ്യാൻ ഒത്തിരി വഴി, മറികടക്കാൻ ഒത്തിരി വഴിയുണ്ട്. ഇമോഷനെ ഫോക്കസ് ചെയ്തിട്ട് മറികടക്കാം. പ്രോബ്ലത്തിന് ഇപ്പൊ ഇമോഷൻ, ഒരു എക്സാം വന്നു, ഭയങ്കര ആൻസൈറ്റി വന്നു. ഈ ആൻസൈറ്റി മറികടക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇമോഷൻ മറികടക്കാൻ വേണ്ടി, ആൻസൈറ്റി പോക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവാ, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അത് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ്. നേരെ മറിച്ച് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ എക്സാമിനെ മറികടക്കാൻ വേണ്ടി പഠിക്കുക, ആ പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്ത് കോപ്പി ചെയ്യുക. കണ്ടോ, എക്സാം എന്നൊരു പ്രശ്നത്തിനെ ഇമോഷൻ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളാ ഇമോഷൻ മാറ്റാനാ നോക്കാം. പ്രോബ്ലം ഫോക്കസ്ഡ് ചെയ്യുന്ന ആളോ പ്രോബ്ലത്തിനെ മറികടത്താനാണ്. ഞാൻ എപ്പോഴും പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് ആണ് കേട്ടോ, ഇമോഷൻ ഫോക്കസ്ഡ് അല്ല നോക്കല്. പ്രോബ്ലം ഫോക്കസ്ഡ് ആണ് ഞാൻ കോപ്പി ചെയ്യാൻ. പിന്നെ ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്തിനോടും നമ്മളോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാം. മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയാണ്, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാവും എന്നൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും കീപ്പ് ചെയ്യാം. ഇതാണ് ഇൻട്രാപേഴ്സണൽ സ്ട്രാറ്റജീസ് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ബാക്കി നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാ. ഞാൻ പ്രിപ്പയർഡ് ഒന്നല്ലായിരുന്നു, ചുരുങ്ങിയ നേരം കൊണ്ട് എടുത്തു തന്നതാണ് കേട്ടോ. ഓക്കെ ആണ്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? അതിന്റെ നോട്ടിന്റെ ബുക്കിൽ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു വോയിസ് ആക്കിയിട്ട് വിട്ടത്. അപ്പൊ hope the class was productive and informative. അടുത്തൊരു ഫ്രീ ക്ലാസ്സുമായി വീണ്ടും കാണും. അതുവരെ it's me Afa Abdul Nafi signing off. Bye bye and take care. Thank you, ma'am. Thank you, ma'am.